സുരേഷ് ഗോപിയുടെ സിനിമയിൽ തോക്കുണ്ടെന്ന് ചോദിക്കുന്ന പോലെയാണ് മിക്കായൽ താലിന്റെ ഗെയിമില് സാക്രിഫൈസ് ഉണ്ടോന്ന് ചോദിക്കുന്നത്. അടിപൊളി ഗെയിമാണിത്. മിക്കായൽ താൽ കളിച്ചുള്ള ഗെയിമാണ്. ഇവിടെ താലിന്റെ എതിരാളി കളിക്കുവാണ്. ക്വീനിനെ ഇവിടേക്ക് കളിച്ചിട്ട് ഇവിടേക്ക് ഒരു ചെക്ക്മേറ്റ് ത്രെട്ടൻ ചെയ്യാണ്. അപ്പോ താൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ചെക്ക്മേറ്റ് തടുക്കാൻ വേണ്ടി ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണോ? അത് തന്നെ പറയട്ടെ, ഈ റൂക്കിനൊന്നും എടുക്കാൻ സമയമില്ല. കാരണം വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ദാ ഇവിടെ കളി കഴിഞ്ഞു. അപ്പൊ ആ റൂക്കിനെ വെട്ടാൻ ഇവിടെ നിവർത്തിയില്ല താലിന്. അപ്പൊ പിന്നെ എന്താ ചെയ്യണേ? പോൺ ടു F3 കളിക്കുമോ? താലിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, താൽ അങ്ങനത്തെ മൂവ്സ് ഒന്നും കളിക്കില്ല. താല് കളിക്കുന്ന മൂവ് നമുക്കൊന്ന് കണ്ടാലോ. ക്വീനെ ഉണ്ടല്ലോ ഇവിടേക്ക് കൊണ്ടുപോയിട്ട് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചെക്ക് കൊടുക്കുന്നു. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വീൻ സാക്രിഫൈസ്. ഇപ്പോ ഈ ഒരു ക്വീനെ എടുക്കാതെ വേറെ നിവർത്തിയില്ലല്ലോ. എതിരാളി ക്വീനെ വെട്ടിയെടുത്തു. ഇനിയിപ്പോ എന്തായാലും ഈ റൂക്കിനെ വെട്ടാനല്ലോ പോണത്. ഈ പോണിനെ അങ്ങ് പുഷ് ചെയ്തിട്ട് G7 ചെക്ക് കൊടുക്കുന്നു. അപ്പോ ചെക്കുമാണ് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഡബിൾ അറ്റാക്ക് ആണ്. അപ്പോ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ ഇവിടേക്ക് പോവാം, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങാം. നമുക്ക് ആദ്യം നോക്കാം. ഇങ്ങോട്ടേക്ക് പോയാലുള്ള കുഴപ്പം, ഇവിടെ റൂക്കിനെ വെട്ടി ക്വീനായിട്ട് പ്രൊമോട്ട് ചെയ്ത് ചെക്ക് വരും. ഒരേ ഒരു നീക്കമുള്ളൂ. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ദാ കളി കഴിഞ്ഞു. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് തിരികെ പോവാം. അപ്പോ ഇങ്ങോട്ട് പോയാലുള്ള പ്രശ്നം നമ്മൾ കണ്ടു. ഇനിയിപ്പോ ഇവിടേക്ക് പോയി കഴിഞ്ഞാലോ? ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പൊ നേരെ ക്യൂനായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ റൂക്കിനൊക്കെ വെട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഇപ്പൊ എന്താ ഇവിടെ ചെയ്യാൻ പറ്റുക? ഇവിടുത്തെ ഈ ത്രെട്ട് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ ക്വീനായിട്ട് പ്രൊമോട്ട് ചെയ്താലുള്ള പ്രശ്നം. ഇവിടെ താല് ഈ റൂക്കിനെ വെട്ടിയിട്ട് ഒരു നൈറ്റ് ആയിട്ട് അണ്ടർ പ്രൊമോട്ട് ചെയ്യാണ്. ഓക്കെ, ചെക്കാണ്. ഒരേ ഒരു നീക്കമേ ഉള്ളൂ. ഇവിടേക്ക് പോകുന്നു. ഇവിടെ നോക്കുമ്പോ ഇനി എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഒരേ ഒരു പ്രിസൈസ് മൂവ് മാത്രമേ ഇവിടെ ഉള്ളൂ. വേറെ എന്ത് കളിച്ചാലും ഡ്രോയിലോട്ടാണ് പോകുന്നത്. ഇപ്പൊ ഒരു മാതിരി ഇപ്പൊ നൈറ്റ് G6 ഒക്കെ ചെക്ക് കളിച്ചു കഴിഞ്ഞാൽ കിങ് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത്, അങ്ങനെ കളി മുന്നോട്ട് പോകുന്നതാണ്. പക്ഷേ വൈറ്റിന് ഒരു സൂപ്പർ ബ്രില്യൻ കണ്ടിന്യൂഷൻ ഉണ്ട്. വൈറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ താല് കളിക്കുന്നു, ബിഷപ്പ് ടു E5 ചെക്ക്. ഇവിടെ കിങ്ങിന് പോകാനുള്ള സ്ക്വയറുകളെല്ലാം വൈറ്റിന്റെ പരിധിയിലാണ്. അതുകൊണ്ട് ഇതിനെ വെട്ടിയേ പറ്റൂ. ഇനിയിപ്പോ അറിയാലോ, നൈറ്റ് വെച്ച് ഒരു ഫോർക്ക് കൊടുത്ത് ക്വീനെ നേടുന്നതാണ്. വെട്ടിക്കഴിഞ്ഞാൽ ക്വീനെ നേടി താല് ഈസിലി ജയിക്കുന്നു. എങ്ങനെയുണ്ട് ഈ കോമ്പിനേഷൻ?